ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അവരതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും അവർ മതം മാറാൻ തയ്യാറായില്ല. വിവാഹ ചടങ്ങുകളിൽ കർമ്മികളായി എത്തുന്ന ബ്രാഹ്മണർക്കും ക്ഷേത്ര ഉദ്യോഗസ്ഥർക്കുമൊക്കെ പിഴയും ശിക്ഷയും, ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷയും ഒക്കെ ഏൽക്കേണ്ടി വന്നു. ബ്രാഹ്മണര് പൂണൂല് ധരിക്കുന്നത് നിരോധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ പറയുന്നത് എപ്പോഴും എവിടെയും മുസ്ലിങ്ങൾ മാത്രമാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ്. അല്ല, എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഭാഗം ആളുകളും ഇത്തരം വേട്ടയാടലുകൾക്ക് വിധേയരായി തന്നെയാണ് അതിനെ അതിജീവിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്ക്, ലോകത്തുള്ള സകലമാന ജൂതന്മാരെയും എടുത്താൽ എത്രയുണ്ടാവും? ഇത്രയ്ക്കിത്രയേ ഉണ്ടാവും. പക്ഷേ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? അവരേറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നില്ലേ? അപ്പോ അവരാരും നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നില്ല, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഇവരാരും നെഞ്ചത്തടിച്ച് നിലവിളിക്കാനോ ആരുടെയും കാല് പിടിച്ച് കരയാനോ സഹായം ചോദിച്ചു വരാനോ ഒന്നും തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് ഒരു ആത്മാഭിമാനമുണ്ട്. പക്ഷേ പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അതാണോ നടക്കുന്നത്? അങ്ങോട്ട് കയറി ചൊറിയും, അവർ തിരിച്ചടിക്കുമ്പോൾ നെഞ്ചത്തിടിച്ച് നിലവിളിക്കുക. അപ്പോൾ ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ പീഡിപ്പിക്കുന്നു, ഞങ്ങളിതാ ഉന്മൂലനം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുക. സത്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടാവും? ഷെരീഫ് മുലകുടി, നിന്റെ പേരിൽ തന്നെ ഉണ്ട്. നിന്റെ കേടെന്താണ്? ശരി, എന്റെ കേട് തീർക്കാതെ മോൻ ആദ്യം മോൻ പോയിട്ടേ മോന്റെ കേടങ്ങ് തീർക്ക് പോയിച്ചല്ല. ഇവർക്ക് പറയുന്നത് വസ്തുതകളാണോ എന്ന് ചിന്തിക്കാനുള്ള വിവരമില്ല. പ്രത്യേകിച്ച് മദ്രസ പ്രോഡക്റ്റുകളാണ്. ഇവര് അബ്ദുസലീം അമ്മായി വിളിക്കുവാണെന്ന് തോന്നുന്നു. അമ്മായി വിളിക്കാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മള് ചില വസ്തുതകൾ തുറന്ന് പറയുമ്പോൾ ചിലർക്കത് ദഹിക്കത്തില്ല. ശരിയാണ്, എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ പീഡിതരാണ് എന്നിവർ പറയുമ്പോൾ ഏത് രാജ്യത്ത് നിന്നാണ് ഇവര് പീഡിപ്പിക്കപ്പെട്ടത്? ആരാണ് ഇവരെ പീഡിപ്പിച്ചത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, ഇറാൻ, ഇറാഖ്, തുർക്കി, ഇവിടെയൊക്കെ ജൂതന്മാരാണോ ഇവരെ ഉപദ്രവിച്ചത്? ഇവരെ പീഡിപ്പിച്ചത് ഹിന്ദുക്കളാണോ? ഇവരെ പീഡിപ്പിച്ചത് ക്രിസ്ത്യാനികളാണോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ തള്ളിമറിക്കുന്നത്? ഇവരെ പീഡിപ്പിക്കുന്നു, ഇവർക്ക് ഈ ലോകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് നിലനിൽപ്പില്ല, എവിടെ നിന്നും ഇവരെ ഓടിച്ചു വിടുവാണ്. ഇവരിങ്ങനെ അഭയാർത്ഥികളായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഓടി, ഒരിടത്തു നിന്ന് ഓടി അവിടെ നിന്ന് വേറൊരിടത്തേക്ക് കൂടി, അവിടെ നിന്ന് വേറൊരിടത്തേക്ക് കൂടി ഇങ്ങനെ പലായനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളാൽ തന്നെയല്ലേ? ഏതൊരു രാജ്യവും ഇസ്ലാമിന്റെ കാൽ കീഴിലാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീഡിതരാകുന്നത് സ്വന്തം വിഭാഗം തന്നെ ആകുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെന്ന്? ഇസ്ലാമിനെ വിമർശിച്ച് തന്നെ ജീവിതാവസാനം വരെ ജീവിക്കാമെന്ന് ആരും പ്രതിജ്ഞ എടുത്തിറങ്ങിയവരല്ല. നിങ്ങളെ പോലെയുള്ള ചില വിഷ ജന്തുക്കൾ കാരണം, ചില പുഴുക്കുത്തുകൾ കാരണമാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇസ്ലാമിനെ വിമർശിക്കണമെന്നൊന്നും യാതൊരു താല്പര്യവുമില്ല നമുക്ക്. ഇസ്ലാമിനെ വിമർശിക്കാൻ, ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ, അഭിപ്രായമെങ്കിലും പറയാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഒക്കെ ഭീകരാക്രമണം നമുക്കറിയാം. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് നമുക്കറിയാം. ഫ്രാൻസിലെ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല വെട്ടിയെടുത്തത് നമുക്കറിയാം. കോയമ്പത്തൂരിലെ ഫാറൂഖിന്റെ തല വെട്ടിയത് നമുക്കറിയാം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരം വിഷയങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ആരെങ്കിലും ഒക്കെ
ഈ ഭീകരവാദത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കും? ഇവർക്ക് ഒരുപാട് സംഘടനകളുണ്ട്, എണ്ണമറ്റ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളുമുണ്ട്. അപ്പോ ഒരുപാട് ഭീകരാക്രമണത്തെ സംബന്ധിച്ച് അറിയുന്നവരാണ് നമ്മൾ. ഒരു സെൻസസ് എടുത്താൽ മനസ്സിലാകും എവിടെയാണ് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം, ആരാണ് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നത്, ഏത് സംഘടനയാണ് അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു മാസിക, അതില് ഏറ്റവും പ്രബല മുസ്ലിം സംഘടനയായ കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സ്ഥാപകൻ, അവരുടെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിന്റെ സാരഥി, അവരൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ ഭീകരതയെ സംബന്ധിച്ച് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഫീച്ചർ, അതില് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ചില വരികൾ ഒരാള് എഴുതുന്നതാണ്, ഞാനത് പറഞ്ഞുതരാം. ആരെങ്കിലുമൊക്കെ പറഞ്ഞാലില്ല, അവരുടെ അതിനകത്തുള്ള ആളുകൾ തന്നെ പറയുവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ കണ്ടില്ലേ, പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ഇസ്ലാം വിഷയമാണ്, ഇസ്ലാം ഭീകരതയാണ്, മുഹമ്മദ് കള്ളനാണ്. ആ പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. അതിന്റെ മുമ്പിൽ നിന്നൊരു മുസ്ലിം യുവതി സെൽഫി എടുത്തപ്പോൾ ആണ് കൃത്യമായിട്ട് ആ പ്ലക്കാർഡ് ജനങ്ങൾ കണ്ടത്. ഒരു ഫീച്ചർ എഴുതുന്നു, അതിനെ സംബന്ധിച്ചു മറ്റൊരാൾ പുകഴ്ത്തി എഴുതുമ്പോഴുള്ള വരികളാണ് നമ്മൾ ഈ കാണുന്നത്. ഗാംഭീര്യമുറ്റിയ ശിരസ്, പാണ്ഡിത്യത്തിന്റെ പ്രതീകമായ നീളൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന വിശാലമായ മനസ്സ്. സൗദി അറേബ്യൻ ധനാഢ്യനായ ഉസാമയ്ക്ക് ഇന്നൊരു വീരനായകന്റെ പരിവേഷം. എന്തോ പണി ചെയ്തിട്ടാണെന്നറിയില്ല, എന്ത് നന്മ ചെയ്തിട്ടാണ് ഇത്തരം തീവ്രവാദികളെ ഒക്കെ തലയിലേറ്റ് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും പറയണ്ട. ഒരു ഇസ്മായിൽ വഫ എന്ന് പറയുന്ന ഒരാള് അമേരിക്കയോട് എന്ന തലക്കെട്ടിൽ എഴുതിയ ഒരു മുഖപ്രസംഗത്തില് മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാണ് അത്രേ ഉള്ളത്. ഒന്ന് സദ്ദാം ഹുസൈനും പിന്നെ ഉസാമ ബിൻ ലാദനും. പോരെ പോരെ പാർലമെന്റിന് തീവച്ച അഫ്സൽ ഗുരുവിനെയൊക്കെ വീരനായകനായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ സിനിമ വരുന്ന വാർത്ത നിങ്ങൾ വായിച്ചിരുന്നോ? ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി നോക്കുന്നു. ലോക മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ടവരായി ഇത്തരം തീവ്രവാദികൾ അറിയപ്പെടുന്നു. ഒന്നും വേണ്ട, ആ കാലഘട്ടത്തിൽ ഉസാമ ബിൻ ലാദന്റെയും സദ്ദാം ഹുസൈന്റെയും പിന്നാലെ പോകണ്ട. ഈ കാലഘട്ടത്തിൽ ഹമാസ് ഭീകരനായ ഖാലിദ് മിഷേലിനെ മലപ്പുറത്ത് വേദി കൊടുത്ത് പ്രസംഗിപ്പിച്ച കാലഘട്ടമല്ലേ? എത്ര രാജ്യങ്ങളാണ് ഖാലിദ് മിഷേലിനെ തീവ്രവാദിയാണ് എന്ന് മുദ്രകുത്തിയിരിക്കുന്നത്? ഭീകരത ജനിക്കുന്നത് അനീതിയിൽ നിന്നാണ്, മനുഷ്യത്വരാഹിത്യത്തിൽ നിന്നാണ്, രാജ്യവിരുദ്ധതയിൽ നിന്നാണ്. ഈ ഭീകരരെ തൊടാൻ, ഇവരെ എതിർക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനും അതിലുള്ള മനുഷ്യത്വരാഹിത്യത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും വലിയ ഒരു ജനവിഭാഗം മുന്നിൽ വരും. കുറച്ച് താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 1960കളിൽ ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിച്ച മനുഷ്യനാണ് ചേകനൂർ മൗലവി. ആ കാലഘട്ടത്തിൽ അതാ ഞാൻ പറഞ്ഞത്, ഒരാള് വരും, 1000 ആളുകളെ പ്രതിരോധിക്കാൻ ആ മനുഷ്യന്റെ ഒരു വാക്ക് മതിയാകും. കാരണം ആ വാക്ക് സത്യത്തിൻ്റെതാകും. അതുകൊണ്ട് തന്നെ അതിന് ശക്തി ഉണ്ടാകും, ദൃഢതയുണ്ടാകും. വിതച്ചത് മാത്രമേ കൊയ്യൂ. ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. നമ്മള് ഒരു തീവ്രവാദിയെയോ തീവ്രവാദത്തെയോ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഒരു തീവ്രവാദ സംഘടനയാകട്ടെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് നേരെ പത്തി വിടർത്തിയാടും, സംശയമില്ല. ഇവിടെ നമ്മുടെ നാട്ടില് മുസ്ലിം പുരോഹിതർ തന്നെ ഇത്തരം വിഷയങ്ങളോട് അനുഭാവപൂർവം പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലേ? അബ്ദുൽ നാസർ മദനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കാനും
അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാനും നമ്മുടെ നാട്ടിലെ ഇടതനും വലതന്റെയും നേതാക്കൾ മത്സരിച്ചത് നമ്മൾ കണ്ടില്ലേ? തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ മത്സരിക്കുക. 2003 ദഅ്വ മാസികയായ അൽ ഇർഫാദ് കർസായയ്ക്കും അമേരിക്കയ്ക്കും എതിരായ ജിഹാദ് എന്ന പേരിൽ ബിൻ ലാദന്റെ ടേപ്പാണ് പ്രസിദ്ധീകരിച്ചത്. 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത്തരം തീവ്രവാദപരമായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്നതിൽ നിന്ന് ഇത്തരക്കാരൊക്കെ ഒന്നകന്നു നിൽക്കുന്നുണ്ട്, മീഡിയയെ ഭയന്നിട്ട്, വിമർശനങ്ങളെ ഭയന്നിട്ട്. പക്ഷേ ഈ തീവ്രവാദികൾ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഈ തീവ്രവാദികൾ ശരിയായ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ ജോസഫ് മാഷിന്റെ കൈവെട്ടി കാലുവെട്ടി എറിഞ്ഞപ്പോൾ അവര് യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ ഇവിടെയുള്ള മറ്റു മുസ്ലിം പുരോഹിതർക്ക് സാധിക്കാതെ പോയത്. പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കിയത് പ്രവാചകനെ നിന്ദിച്ചാൽ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം എന്ന് പറയുന്ന ഖുർആൻ വചനമാണ് അവർ നടപ്പിലാക്കിയത് എന്നുള്ളത് കൊണ്ടാണ്. ഖുർആനിന്റെ ശിക്ഷാവിധിയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നടപ്പിലാക്കിയത് എന്ന് അറിയുന്നത് കൊണ്ടാണ് അവർ പ്രതിരോധിക്കാതിരുന്നതും പോപ്പുലർ ഫ്രണ്ടുകാർ മുസ്ലിങ്ങളല്ല എന്ന് പറയാതിരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല പലപ്പോഴും വസ്തുതകൾ. എന്നാൽ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകൾ വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും ഒക്കെ രോമവളർച്ച വന്നോ എന്ന് നോക്കി കൊന്നുകളയുകയും ഒരുപാട് സ്ത്രീകളെ പിടിച്ച് ലൈംഗിക അടിമകളാക്കി അവരെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത മനുഷ്യൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞാൽ അത്തരം ക്രൂരന്മാരോടൊപ്പം ഏറ്റവും കൂടുതൽ രക്തം ചിന്തിയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിസ്സഹായരാക്കപ്പെട്ട് ഉപദ്രവിച്ച ആളുകളെയൊക്കെ സ്വർഗത്തിലേക്കാണ് ആക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിന്റെ നിലവാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? അപ്പോ ഇത്തരം വസ്തുതകൾ തുറന്നു പറയുന്നവരെ മലം വാരി എറിയുന്ന ആളുകളുണ്ട്. ആ മലം തിരിച്ചു വന്ന് ചാടുന്നത് നിങ്ങളുടെ മുഖത്ത് തന്നെയാണ്. ഇപ്പോ നമുക്കറിയാം, പലപ്പോഴും ഈ ഖുർആനില് വന്ന ചില വിഷയങ്ങൾ, ഹജ്ജായിരുന്നാലും ഇബ്രാഹിം ആണെങ്കിലും ഹാജറയാണെങ്കിലും ഇസ്ഹാഖ് ആണെങ്കിലും ഒക്കെ ക്രിസ്ത്യാനികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കോപ്പി അടിച്ചതാണെന്ന്. എന്തുകൊണ്ടാണ്? സാമ്യതയുള്ള രണ്ട് മതമാണ്. ഇസ്ലാം മതത്തോട് സാമ്യതയുണ്ട് ക്രിസ്ത്യൻ മതത്തിന്, ക്രിസ്ത്യൻ മതത്തോട് സാമ്യതയുണ്ട് ഇസ്ലാം മതത്തിന്. രണ്ടുപേരുടെയും ആചാരങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിഗ്രഹാരാധനയെ രണ്ടു മതവും വളരെ കൃത്യമായി എതിർക്കുന്നുണ്ട്. ആദം നബി മുതൽ മൂസാ നബി വരെയുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം, ഈസാ നബിയെ വരെ അംഗീകരിക്കുന്ന മറ്റൊരു വിഭാഗം മുഹമ്മദ് ഉണ്ട് അവസാനത്തെ ഒരു പ്രവാചകൻ, അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം. അതായത് ഒരു വിഭാഗം ആളുകൾ അഹ്ലുൽ കിതാബ്, ഇസ്ലാമിലെ ജൂതന്മാരെ പറഞ്ഞത് അഹ്ലുൽ കിതാബുകാരെന്നാണ്. അതായത് ഹോളി ബുക്സിന്റെ ആളുകൾ, വേദഗ്രന്ഥത്തിന്റെ ആളുകൾ എന്ന് ഖുർആൻ പറയും. തോറ, ബൈബിള്, ഖുർആൻ, ഈ മൂന്ന് ബുക്കിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ബുക്കിൽ വിശ്വസിക്കുന്നവർ, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരെന്ന് പറയാം. ഇനി ഒരെണ്ണമുണ്ട് അബ്രഹാമിക് റിലീജിയൻ. അല്ലെങ്കിൽ ഇവര് ഇബ്രാഹിം എന്ന വ്യക്തിക്കാണ് ഇവര് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇബ്രാഹിം പ്രചരിപ്പിച്ചത് ഏകദൈവ വിശ്വാസമായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ജൂതന്മാരെല്ലാവരും ഇസ്രായേൽ സന്തതികൾ, യാക്കോബിന്റെ മറ്റൊരു നാമമാണ് ഇസ്രായേൽ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അവരില് പ്രധാനപ്പെട്ട ആളുകൾ അവരായിരുന്നു. ഇസ്ലാമിക പ്രമാണം അനുസരിച്ച്, മതനിയമം അനുസരിച്ച് നിയമസംഹിത കിട്ടുന്ന പ്രവാചകന്മാരാണ് നബിമാർ, റസൂൽ, ദൂതൻ. അതായത് മെസ്സേജ് കിട്ടുന്നു, ആ മെസ്സേജ് അവർ മറ്റുള്ളവർക്ക് എത്തിക്കണം. നബി, പ്രവാചകത്വം ലഭിച്ചവർ, നുബുവത്ത് ലഭിക്കുന്നവർ. അതായത് റസൂൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ റസൂലായി, എത്തിക്കുക, സന്ദേശവാഹകർ. നമ്മൾ പോസ്റ്റ്മാൻ റസൂലാണ്, അയാൾക്ക് കിട്ടുന്ന സന്ദേശം അയാൾ മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നു. നബി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ദൈവികമായിട്ടുള്ള വെളിപാട് ലഭിക്കുന്നവർ. അപ്പോൾ ആദ്യമുണ്ടായത് ബൈബിളാണ്,
ആ ബൈബിൾ ഉണ്ടായി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ ഉണ്ടാകുന്നത്. ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്നാണത്രേ ഖുറൈശി ഗോത്രം ഉണ്ടാകുന്നത്. ആ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ പറയുന്നു അല്ല. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബിയുടെ പിതാവ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള. ഈ അബ്ദുള്ള മരണപ്പെട്ട് 2.5 വർഷത്തിന് ശേഷമാണ് അബ്ദുള്ളയുടെ ഭാര്യയായ ആമിന മുഹമ്മദിന് ജന്മം നൽകുന്നത്. അപ്പോൾ ഖുറൈശി കുലമൊക്കെ എവിടെ പോയി? ശരിക്കും മുഹമ്മദ് നബിയുടെ വാപ്പയാരാണെന്ന് ഇതുവരെ അറിയില്ല, ഒരു ചരിത്രത്തിലുമില്ല. എന്നെ ഇനി തന്തയില്ലാത്തവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ചരിത്ര വസ്തുതയാണ്. അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ പോലും ഉള്ളത് ആമിന 2.5 വർഷത്തോളം ഗർഭം ധരിച്ചു. മറ്റ് ഒരുപാട് ഇമാമുമാരെയൊക്കെ കോർത്തിണക്കി പറയുന്നുണ്ട്, അവരെയും അതുപോലെയായിരുന്നു 2.5 വർഷമൊക്കെ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നാണ്.